ഷംസുദ്ദീൻ പാലത്ത് ഇങ്ങനെ ഒരു കമ്പനി പറയുന്നു സിഹർ ഫലിക്കുന്നു. ഇങ്ങനെ സ്വന്തം തൗഹീദിനെ ചൊല്ലി രണ്ടുപേരും ഭയങ്കരമായ തർക്കത്തിലാ. ഇതേക്കുറിച്ച് ചർച്ചയുണ്ടായ സമയത്ത് ഈ വിഷയത്തിൽ ഞാൻ ആഗോള സലഫികളുടെ കൂടെയാണ് എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞത്. ഇത് സക്കരിയ സലാഹി പറഞ്ഞപ്പോ അതിന് മറുപടിയായിട്ട് നമ്മുടെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ എന്താ അറിയോ? ഇത് ആഗോള സലഫികളുടെ കൂടെയല്ല, നീ ആഗോള ദജ്ജാലാകുന്നു എന്ന ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ ഇടുന്നതാണ്. ഇപ്പൊ തൽക്കാലം അത് ഇടുന്നില്ല. ഏതായിരുന്നാലും ഇവർ ആദ്യം സിഹർ ഫലിക്കുകയില്ല എന്ന് പറഞ്ഞതും പിന്നീട് സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞതും നിങ്ങളൊന്ന് കേട്ടു നോക്കുക. സിഹർ ഫലിക്കുകയില്ല എന്ന് പറഞ്ഞ് കേട്ടു നോക്കൂ ആദ്യം. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? അതായത് ഞാനൊക്കെ സിഹറിന്റെ എതിരെ പ്രസംഗിച്ചിറക്കുന്ന ആൾക്കാരാ. എന്നാ പിന്നെ എനിക്കെതിരെ സിഹറാണ് ചെയ്തൂടെ എന്നാണ് സക്കരിയ സലാഹി ചോദിക്കുന്നത്. ഞാനിപ്പോ ഈ സ്ഥലത്ത് തറയിട്ടാൽ പ്രസംഗിക്കാൻ വരിക, എന്നാൽ അയാൾ ഖുറാഫാത്തിനെതിരെ പ്രസംഗിക്കുന്ന ആളാണ്. അയാൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പൊട്ടിതിരിക്കാന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തിരിച്ചുവിടാൻ വേണ്ടി ഒരു പിശാചനങ്ങ് പറഞ്ഞാച്ചിട്ട് സിഹർ ചെയ്തൂടെ, എന്താ ചെയ്യാത്തത്? ആരാ ചോദിക്കുന്നത്? സക്കരിയ സലാഹി. എന്നിട്ട് അതേ മനുഷ്യൻ തന്നെ പിന്നീട് പറയുന്നത് എന്താ അറിയോ? സിഹർ ഫലിക്കും, സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. വൈരുദ്ധ്യത്തിന്റെ ഒരു കൂടാരമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈമാനുള്ള, അന്തമുള്ള, വിവരമുള്ള, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കട്ടെ, ഏതാ ശരി? ഇയാൾ പറയുന്നതാണോ ശരി? ഇയാൾ മുമ്പ് പറഞ്ഞതാണോ ശരി? ഇപ്പൊ പറയുന്നതാണോ ശരി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, 100 വട്ടം ആലോചിക്കുക. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ വിപ്ലവം എന്താണ്? ഈ രൂപത്തിലുള്ള പിടലപ്പിണക്കവും ഈ രൂപത്തിലുള്ള സാമുദായിക സ്പർദ്ധയും അഭിപ്രായ വ്യത്യാസങ്ങളുമല്ലാതെ നിങ്ങൾക്ക് എന്ത് വിപ്ലവമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? ഇനി സിഹർ ഫലിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടു നോക്കൂ. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത്, അല്ലേ? ഒന്നാമത്തെ വൻപാപം ശിർക്ക്, രണ്ടാമത്തേതാ സിഹർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അവ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? ഒരാൾ കാഫിറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ സിഹറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫിറാവോ? സിഹറിനോ കാഫിറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിഹർ ഫലിക്കുമോ ഇല്ലയോ? ഇദ്ദേഹം പറയാ സിഹർ ഫലിക്കും, അതിന് യാഥാർത്ഥ്യമുണ്ട്, സിഹർ ഫലിക്കുമെന്ന വിശ്വാസം ഉള്ളത് തന്നെയാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന എനിക്ക് ചെയ്യട്ടെ, സിഹർ ചെയ്താ കാഫിറാവില്ല. അയാൾ പറയട്ടോ സിഹർ ചെയ്താ കാഫിറാവില്ലേ? നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി ആരെങ്കിലും സിഹർ ചെയ്യാൻ നിൽക്കോ? അയാളെന്നെ ചോദ്യം ചോദിക്കുക, അയാളെന്നെ മറുപടി പറയാം. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. നേരത്തെ പ്രസംഗിക്കാൻ സിഹറില്ല, ഇപ്പൊ പ്രസംഗിക്കാൻ സിഹറുണ്ട്. രണ്ടും കേൾക്കാൻ അന്തം വിട്ടിട്ട് കുറച്ച് കൗമ് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുക. മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങളുടെ വിശ്വാസം എന്താണ് സിഹർ സംബന്ധമായി? നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ, അഭിഷേകമായി പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പൊ ജിന്നിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ജിന്നിനെ സംബന്ധിച്ച് ഇവരുടെ വിശ്വാസം എന്താ? മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. താമരശ്ശേരി ചുരത്തിന്റെ 9ാം വളവിൽ നിന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയാൽ ഒരാളെയും വിളിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ജിന്നിനെ വിളിക്കാൻ പാടില്ല, മലക്കിനെ വിളിക്കാൻ പാടില്ല, ശൈത്താനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റി. ഇപ്പൊ അവരെന്താ പറയുന്നത് അറിയോ? ജിന്ന് സഹായിക്കും. അതെ, നിങ്ങളാണോ ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയത്? നിങ്ങളാണോ ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത്? ഒരാൾ വഴിയറിയാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിലൂടെ നടന്നു പോവുകയാണ്, പരിസരത്ത് ആരെയും കാണുന്നില്ല. എന്നാൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകളെ വിളിക്കാൻ പറ്റും, അത് ശിർക്കല്ല എന്ന് ഇവിടെ നമുക്കറിയാം. ജബ്ബാർ മൗലവി എന്ന് പറയുന്ന ഇവരുടെ മൗലവിമാരുടെ ഏറ്റവും വലിയ ശൈഖാണ് ജബ്ബാർ മൗലവി. അദ്ദേഹം ഇസ്ലാഹ് മാസികയിലൂടെ എഴുതുകയുണ്ടായി, ജിന്നുകൾ സഹായിക്കുമെന്നാണ് മൗലവിമാർ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ജിന്ന് സഹായിക്കും എന്ന് ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടു നോക്കൂ.
അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷേ അപ്പൊ ജിന്നുകൾ സഹായിച്ചേക്കാം. ജിന്നുകളുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ ജിന്നിനോട് തേടുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നു. മൗലവിമാരെ, ഇത്രയും കാലം നിങ്ങൾ പ്രസംഗിച്ച തൗഹീദിന് വിരുദ്ധമല്ലേ ഇത്? സക്കരിയ സലാഹിയുടെ ഈ വാദത്തെക്കുറിച്ച് മുജാഹിദുകളുടെ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. സുന്നികൾ ചെയ്യുന്നത് കുഫ്റാണ്, ശിർക്കാണെന്ന് പറയുന്നതിന് മുമ്പ് സ്വന്തം അടുക്കളയിലെ തൗഹീദിനെ കുറിച്ച് നിങ്ങളൊരു പുനർവിചാരണ നടത്തണം. ജമീല ടീച്ചർ പറഞ്ഞതനുസരിച്ച് സക്കരിയ സലാഹി ഇസ്ലാം എന്ന് പുറത്താ. സക്കരിയ സലാഹിയുടെ വാദം അനുസരിച്ച് ജമീല ടീച്ചർ പുറത്താ. ശംസുദ്ദീൻ പാലത്തിന്റെ വാദം അനുസരിച്ച് എ പി അബ്ദുൽ ഖാദർ മൗലവി പുറത്താ. ഈ രൂപത്തിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെ സിഹിറിന്റെയും ജിന്നിന്റെയും വിഷയത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ കാഫിറാണ്, മറ്റേയാള് കാഫിറാണ്. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് മര്യാദയുണ്ടോ? ഉണ്ടെങ്കിൽ സ്വന്തം തൗഹീദിനെ കുറിച്ച് നിങ്ങളൊരു പുനർവിചാരണ നടത്തണം. ആരെങ്കിലും ഇവിടെ ഇനി മറുപടി പറയാൻ വരികയാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കുന്നു. താമരശ്ശേരി ചുരത്തിലെ 6-ാം വളവിൽ നിന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയാൽ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ബാക്കിയുള്ളതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ചോദ്യം സാധാരണക്കാരായ എന്റെ പ്രവർത്തകരെ നിങ്ങൾ പഠിച്ചു വെക്കണം. ജിന്നിനോട് തേടിയാൽ ശിർക്കാകുമോ ഇല്ലേ? ശിർക്കാവുകയില്ല എന്നാണ് ഈ മൗലവി പറഞ്ഞത്. കുഞ്ഞീദ് മൗലവി അടക്കമുള്ള ആളുകൾ ഇതുവരെ പറഞ്ഞത് ശിർക്കാകുമെന്നാണ്. സ്വന്തം തട്ടകത്തിൽ തന്നെ ശിർക്കിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഞഞ്ഞ പിന്നെ പറയുന്ന ആളുകളാണോ നവോത്ഥാനത്തിന്റെ ഏറ്റവും പഴകിപ്പുളിച്ച വാർത്തകൾ